പ്രാർത്ഥനയും ഉപാസനയും പലപ്പോഴും ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഉപാസിക്കുകയാണെങ്കിൽ എങ്ങനെ ഉപാസിക്കണം? ഒരു ഉപാസകന് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഒരു ഉപാസകനായി മാറാൻ കഴിയുമോ? എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാൻ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് പരിചയപ്പെട്ടിട്ട് ചേച്ചി പറഞ്ഞു, റോജിൻ പറയുന്നതെല്ലാം തെറ്റാണ്. ദൈവത്തെ പറ്റിയും ദൈവം എന്ന് പറയുന്ന എനർജിയെ പറ്റി പറയുന്നതും ഇത്തരത്തിലൊന്നും പറയേണ്ട ഒരു ആവശ്യം അതിനകത്തില്ല. ഇതിലൊന്നും വലിയ കാര്യമില്ല. കാരണം എന്ത് യോഗ മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് ആ ചേച്ചി പറയുന്നു. ആ ചേച്ചി പറഞ്ഞത് ശരിയായിരിക്കാം, ആ ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് ഒരു പക്ഷെ അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മുടെ അനുഭവം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഇത്രയേ ഉള്ളൂ. രാഹുലിന് എങ്ങനെയാണ് ഒരാളോട് സ്നേഹം തോന്നുക? രാഹുലിന് ഒരാളോട് ഭയങ്കര സ്നേഹം തോന്നുക അതെങ്ങനെയായിരിക്കും? അതെങ്ങനെ ഡെവലപ്പ് ആവുന്ന ഉള്ളിൽ? അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ നമ്മളോട് കാണിച്ച, അല്ലെങ്കിൽ കണ്ടിന്യൂ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണെങ്കിലും രാഹുലിനെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം. അതല്ലാതെ രാഹുലിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, രാഹുലിൽ നിന്ന് ഞാൻ എന്തെങ്കിലും നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഹുലിനെ വെച്ചിട്ട് ഞാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊന്നും തോന്നുന്ന നിമിഷം ഒന്നും രാഹുലിന് ഈ പറയുന്നത് തോന്നില്ല. ശരിയല്ലേ? രാഹുലിന് ആ പ്യുവറാണ്, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് രാഹുലിന് തോന്നുന്ന നിമിഷമാണ് രാഹുലിന് മറ്റൊരു വ്യക്തിയുടെ യഥാർത്ഥമായ ഒരു സ്നേഹം അനുഭവപ്പെടുള്ളൂ. അത് ഒരു സംശയത്തിന്റെ പാതിലൂടെയും പോകുന്നത്. കുറെ നാൾ കഴിയുമ്പോഴേക്കും മനസ്സിലാവും, ഓക്കെ, ഇവൻ റിയൽ ആണല്ലോ, സത്യസന്ധനാണല്ലോ, ഇവൻ ഇത്രയും വർഷങ്ങളായിട്ടും ഇവൻ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ നന്മയ്ക്കും എൻ്റെ നല്ലതിനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ. ഈ ബോധമാണ് നമ്മൾ യൂണിവേഴ്സലിന്, ഈ പറഞ്ഞ ദൈവത്തിന് കൊടുക്കേണ്ട ബോധം എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ച് നമ്മൾ ഏത് ഉദരത്തിൽ ജനിക്കണമെന്നും നമ്മൾ ഏത് വീട്ടിൽ ജനിക്കണമെന്നും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകണമെന്നും നമ്മൾ എവിടെ എപ്പോ എങ്ങനെ മരിക്കണമെന്നും മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം നമ്മൾ കടന്നു പോകുന്നത് എവിടെയോ പ്ലാനിങ്ങാണ്. ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം അത് നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ഇത് ദൈവം കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിനോട് പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് അറിയാം നമ്മുടെ കയ്യിൽ പണമില്ല, നമുക്ക് സമാധാനമില്ല, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും നടക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തിന് അറിയാന്നേ. ദൈവം പൊട്ടനൊന്നല്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊന്നും അറിയില്ലാത്ത ആളല്ലോ. സംഭവം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാ. പ്രേമിക്കുക ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്യേണ്ട, പ്രാർത്ഥിക്കേണ്ട, പൂജ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട്. നമ്മൾ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഡിസ്റ്റർബ് ആണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ വിഗ്രഹം എടുക്കും, ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്യും. കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്ത് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിക്കും. കുറേ നേരം അവിടെ വെക്കും. ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. മനസ്സിലായോ? ഈ രീതിയിൽ നമുക്ക് പ്രണയിക്കാം, പ്രേമിക്കാം ഈ പറഞ്ഞ എനർജിയോട്. ജീസസ് ക്രൈസ്റ്റിനെയോ മുഹമ്മദ് നബിയെയോ നമ്മൾ ഈ പറയുന്ന ദൈവങ്ങളെയോ ശിവനെയോ ആരെ വേണമെങ്കിലും പ്രേമിച്ച് നോക്കാം. നമ്മൾ 10 വർഷം പ്രാർത്ഥിക്കുന്നതിനും തുല്യമായിരിക്കും സെക്കൻഡ് നമുക്ക് കിട്ടും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തിനെ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദുഃഖങ്ങൾ മാറാൻ വേണ്ടി, നമുക്ക് പണം കിട്ടാൻ വേണ്ടി. കുറെ നാളാകുമ്പോഴേക്കും എന്താന്ന് പറയാ, നമ്മുടെ പൊസസീവ്നെസ്സാ നമ്മൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സെൽഫിഷായ മൈൻഡാ. അതൊരിക്കലും പ്രാർത്ഥനയല്ല, അതൊരിക്കലും സ്നേഹമല്ല. ഇതെല്ലാം മാറൂന്നേ ഒരിക്കൽ. അത് നമ്മള് മറ്റൊരു രീതിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇടയ്ക്ക് പറയാറില്ലേ, ഓവർ കെയറിങ് കൊടുക്കുമ്പോൾ, ഓവർ സ്നേഹം കൊടുക്കുമ്പോൾ, എന്തെങ്കിലും പ്രതീക്ഷയോട് നമ്മളൊരു സ്നേഹം ഇങ്ങനെ ഇടിച്ചു പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഇട്ടിട്ട് പോകുന്ന പോലെ ദൈവവും നമ്മളെ ഇട്ടിട്ട് പോകുന്നു. അതേസമയം പ്യുവറായി ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം കൊടുക്കുമ്പോൾ, സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പ്രപഞ്ചമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഹഗ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി മൊത്തം മാറ്റ്. ഭയഭക്തി ഉപയോഗിച്ച് വളരെ വിനീതനായി. ഇത് കള്ളത്തരമല്ലേ? അതെ. എന്തിനാ അത്ര വിനീതനാവണം? എന്തിനാ ദൈവത്തിന് മുന്നിൽ? ഞാൻ വളരെ വളരെ ശാന്തനാണെന്നും ഞാൻ നിന്റെ മുന്നിൽ വളരെ ചെറിയൊരാളാണെന്നേ അങ്ങനെയാണെന്ന്. പിന്നെ പ്രത്യേകിച്ച് അവിടെ പോയി എന്തൊക്കെ അഭിനയങ്ങൾ നമ്മൾ കാണുന്നത് മനസ്സിലായി. അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളവിടെ ചെല്ലുന്നത് എന്തിനാ?
സ്നേഹത്തിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. സ്നേഹിച്ചാൽ മാത്രം മതി. പ്രേമം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രേമിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ ദൈവത്തിന് ഒരു ഉമ്മ കൊടുക്കുന്നത് അതിൻ്റെ അകത്തിൽ വേറെ ഒന്നും ചെയ്യണ്ട. വഴിക്കട പോകുമ്പോൾ ഒരു കിസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഐ ലവ് യു പറ നിങ്ങൾ ദൈവത്തിനോട്. അത്തരത്തിലുള്ള കോഡുകൾ ഉപയോഗിക്കും. വളരെ സിമ്പിളായിട്ട് നമ്മൾ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും ആ എനർജി. അതായത് നമ്മൾ വളരെ പ്യുവർ, നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല. വഴിക്കൂടെ പോകുന്ന വഴിക്ക് ഒരു പക്ഷെ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഒരു കാമുകനോടോ കാമുകിയോടോ തോന്നുന്ന ഒരു പ്രണയം നമ്മള് പ്രണയത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിന് ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആ എനർജി എന്താണെന്ന് അനുഭൂതിയിലോട്ട് ഒരിക്കലും എത്താൻ പറ്റില്ല. പ്രണയമാണ് അനുഭവം. പ്രണയിക്കുക ദൈവത്തെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിലും, ഞാനിപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ ഇത് ഏത് മനുഷ്യരാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഒറ്റപ്പെടലൊക്കെ തോന്നില്ലേ. ആ സമയത്ത് വിശ്വസിക്കുന്നറിയില്ല. ഞാൻ ഈ പറയുന്ന പോലെ കൃഷ്ണനെ രൂപം എടുത്തിട്ട് ഞാൻ ഇരിക്കണം, എൻ്റെ അടുത്ത് കൊണ്ടിരുത്തും. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ കൊണ്ട് കിടത്തും, അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ നമുക്കൊരാൾ നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് സംസാരിക്കാനാണെങ്കിലും നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും. അപ്പോൾ ഇത് എനിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങനെയായി മാറിയതാ. എനിക്ക് മനസ്സിലായ കാര്യം അതാ. ഇഷ്ടപ്പെട്ടാൽ മതി, ആത്മാർത്ഥമായി പ്രണയിക്കുക ഏത് ദൈവത്തിനാണെങ്കിലും. നമ്മൾ അല്ലാതെ നമ്മളവിടെ പോയിരുന്ന് കാലിൽ തൊട്ട് വണങ്ങുകയോ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കുറെ പണം എടുത്ത് നമ്മൾ പൂജ ചെയ്യുകയോ ഇതിലൊന്നും അല്ല. അതൊന്നും വേണ്ട ദൈവത്തിന്. എന്തിന് ഇത്രത്തോളം മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മുടെ തല പോയി മുട്ടയടിക്കുക. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ പണം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിന്റെ നമ്മൾ എന്തിനാ അമ്പലത്തിന് പൂജ ചെയ്യുന്നത്? ശരിക്കും എന്താ, അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള പണമല്ല. അത് ആ അമ്പലം അത്ര ശുദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ കുറെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവർക്ക് ഈ പറയുന്ന ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. ഇതാണ് എന്റെ കൺസെപ്റ്റ്. അതല്ല അത്. അപ്പൊ നമ്മൾ സഹായിക്കുന്നത് ആ ദൈവത്തിന്, ആ വിഗ്രഹത്തിന് പൂജ ചെയ്യുന്ന മനുഷ്യരുടെ നന്മയ്ക്കും അവരുടെ സാമ്പത്തികമായ ഭദ്രതയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കൊണ്ട് പണം ഇടുന്നത്. ഇത് അതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു വശമാണ് എന്ന് കരുതി അത് ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് അർത്ഥമൊന്നുമില്ല. മനസ്സിലായോ? നമുക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പ്രാർത്ഥന നമ്മൾ ഇതുവരെ പ്രാർത്ഥിക്കുന്ന തെറ്റായ രീതിയാണ്. ആരെയോ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കാം. ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം, ഭയങ്കര പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്, അതാണ് ഇതാണ്. അങ്ങനെയൊന്നും ഇല്ലാന്നേ. അത് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെ വർഷങ്ങളോളം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ പ്യുവറായ ഒരു സ്നേഹം നമ്മുടെ മുന്നിൽ കുറെ നാൾ ഒരാൾ കാണിച്ചാൽ നമ്മൾ വീണു പോകുന്നത്. ശരിയല്ലേ? നമ്മൾ വീണു പോകും. കാരണം ആ ഇത് എങ്ങനെയാണ് ഇത്രയും പ്യുവറായിട്ട് ഇവന് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത്, നമ്മളെ പ്രണയിക്കാൻ പറ്റുന്നത്, നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പില്ലേ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവനും ഒരു പക്ഷെ നമ്മൾ ആ വ്യക്തിക്ക് ദാനം ചെയ്യും. ശരിയല്ലേ? കാരണം അതിലും വലുത് നമ്മളെ ഇത്രയും വാല്യൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിലുണ്ടെന്ന് തോന്നുന്ന ഒരു നിമിഷം ശരിക്കും നമ്മളോട് തന്നെ നമുക്ക് ഭയങ്കര വാല്യൂ തോന്നും. അതിന്റെ മൂല്യം മാറുകയാണ്. അതിന്റെ മൂല്യം മാറി. നമുക്ക് നമ്മളോടൊരു മൂല്യം മാറി. ഇത്ര നാളും നമ്മൾ കാണുന്ന എന്താ, നമ്മളെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാൻ, നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ, ഇത് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ വീട്ടിലെ പണിയെടുപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടത്തിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വരാം നമ്മുടെ മുന്നിൽ. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അത് ഇത് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വർക്കൗട്ട് ആവുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ബഹുമാനം ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിനിപ്പോൾ നമ്മൾ ബഹുമാനിച്ചിട്ടൊന്നും വേണ്ട. ദൈവത്തിനിപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് പറ്റിയെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നേ. അവിടെ പോയി പറ, എനിക്ക് തെറ്റ് പറ്റിപ്പോയിന്നേ, എന്നൊന്ന് ക്ഷമിക്ക്, അല്ലെങ്കിൽ ഞാനത് എന്ത് ചെയ്യണം, എനിക്കത് പറ്റിപ്പോയി, എൻ്റെ ഇമോഷൻ ബേസിലാണ് പലപ്പോഴും പറ്റിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ മതി. അത് അവിടെ അലിഞ്ഞു പോകുന്നേ. അതാണ് പ്രേമത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഈ കിടന്ന കഷ്ടപ്പാടൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് പ്രൊട്ടക്ഷനായി നമുക്കൊരു ബുദ്ധിമുട്ടും വരാതെ എല്ലാം വരും. എന്ന് കരുതി ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാന്നൊന്നും വിചാരിക്കേണ്ട. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയും പൂജകൾ ചെയ്തിട്ടും, ഇത്രയും വഴിപാടുകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ദുഃഖം മാറുന്നില്ല? ഈ ഭൂമിയിലെ ലോയാണത്. നമ്മൾ ദുഃഖിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദുഃഖത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ലൈഫിന്റെ അടുത്ത ഘട്ടത്തിലോട്ടും നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് ദുഃഖത്തിലൂടെയാണ്. സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തുമോ? വരുത്തില്ല. അത് ലോയാണത്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. നമ്മളിൽ ഒരു മാറ്റം നമ്മൾ വരുത്തില്ല. ദുഃഖിച്ചിരിക്കുമ്പോൾ, ആ ദുഃഖത്തിലൂടെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ സമയത്തെല്ലാമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എനിക്ക് വരുത്തിയാൽ ഞാൻ കുറച്ചും ബെറ്റർ ആവും. അതിന് വേണ്ടിയിട്ടൊരു ഉപാധി മാത്രമാണ്. അതല്ലാതെ പ്രാർത്ഥന വേറെ, ഇവരുടെ ദുഃഖങ്ങളെല്ലാം രണ്ടാണ്.